SSCയുടെ CGL, CHSL, MTS ഏത് പരീക്ഷ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാത്സ് ബേസിക് ആയിട്ട് വരുന്ന 10ാം ക്ലാസ്സിലെ പരീക്ഷ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ PSCയുടെ പരീക്ഷ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇതിലെല്ലാം വരുന്ന പെർസെൻറ്റേജസ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, മിക്സ്ഡ് ആൻഡ് എലിഗേഷൻ, ഈ ഉള്ള എല്ലാ കോൺസെപ്റ്റിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ട്രിക്കാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാൻ വരുന്നത്. ഏത് ചോദ്യത്തിലും എക്സ് എന്ന് പറഞ്ഞ വാല്യൂ, ഈ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ 100 അയക്കാം, 200 അയക്കാം, 1000 അയക്കാം, 50,000 അയക്കാം, എന്തും അയക്കാം. ഈ ഒരു വാല്യൂവിൽ നിന്ന് 25% കുറയ്ക്കുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആ ക്വസ്റ്റ്യനിൽ വരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പൊ 25% എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ 25 എങ്ങനെയാ? 25 4 പ്രാവശ്യം എഴുതുമ്പോൾ എന്താവും? 25 × 4 100 ആയി. അതായത് 100ല് എന്താ 4ൽ 1 4ൽ 1. സോ 1/4 ആണ് 25% എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ 1/4 25% കുറയുകയാണെന്നാണ് പറഞ്ഞത്. കുറയുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിൽ നിന്ന് കുറയ്ക്കുക. ഇവിടെ ഡിനോമിനേറ്റർ എന്താ? 4. 4ൽ നിന്ന് 1 പറഞ്ഞാൽ എന്താ? 3. എന്നിട്ട് ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതുക 3/4. എന്നിട്ട് ആ 3/4നെ ഇവിടെ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്താൽ ആ ഉത്തരം വരും. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ 100 എന്ന് പറഞ്ഞാൽ ഈ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 100 ആണെന്ന് എടുക്കാം അല്ലേ? അപ്പോൾ 100ന്റെ 25% എന്താണ്? 25 തന്നെ അല്ലേ? 100ൽ നിന്ന് 25% അപ്പോൾ പോയെന്താ വരേണ്ടത്? 25 കുറഞ്ഞാൽ 75 വരേണ്ടത്. 75 വരുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞതനുസരിച്ച് എന്താ? 100 × 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ്, കുറയുകയാണ്. അതുകൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൽ നിന്ന് കുറയ്ക്കുന്നു. 4 - 1 3, ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതുന്നു അല്ലേ? എന്തായി? എന്താ? 100നെ 4 വെട്ടി 25, 25 × 3, 25 3 പ്രാവശ്യം കൂട്ടിയാൽ എന്താ? 75 വന്നു. കറക്റ്റ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പോൾ ഇത് കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും? കൂടുകയാണെങ്കിൽ ഒന്നുമില്ല, നമ്മൾ ചെയ്തതിന്റെ റിവേഴ്സ് പ്രോസസ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു 25%, അതായത് 1/4 അത് കുറയുമ്പോൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്റർ കുറയ്ക്കണം. 3/4 വരും. 25% കൂടുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, ഡിനോമിനേറ്ററിന്റെ കൂടെ ന്യൂമറേറ്റർ കൂട്ടണം. അപ്പൊ എന്തായി? 5/4. അപ്പൊ നിങ്ങൾ നോക്കൂ, 100 × 5/4, 25% കൂടി. അപ്പൊ എന്ത് വന്നു? 25 × 5 എന്താ വന്നു? 125 വന്നില്ലേ? അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ. അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾ ഓർക്കുക. കുറയ്ക്കുമ്പോൾ എങ്ങനെ ചെയ്യണം, കൂട്ടുമ്പോൾ അങ്ങനെ ചെയ്യണം.